മിനിറ്റ് കുക്കിംഗ് വീഡിയോ എടുക്കുന്നവരൊക്കെ മിക്കവാറും എന്നെ ഓടിച്ചിട്ട് തല്ലും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ. കുക്കിംഗ് വീഡിയോ ഇങ്ങനെയാണോ എടുക്കുന്നത്? എന്താ ഒരു മണം. ഉപ്പുണ്ടോ? നല്ല ഉപ്പും നല്ല പുളിയും ഒരു ചെറിയൊരു നെല്ലിക്കായുടെ ഒരു ചവർപ്പും ചക്കല മധുരം എല്ലാം കൂടെ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു ടേസ്റ്റ്. ഇതുണ്ടാക്കി നോക്കിയില്ലേല് എനിക്കല്ല നിങ്ങൾക്കാണ് ഇഷ്ടം, ഉറപ്പാ കേട്ടാ. ഇന്ന് അന്ന് വെറൈറ്റി വീഡിയോ കേട്ടോ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചേച്ചിയുടെ സ്വന്തം റെസിപ്പി അല്ല, ഇത് മംഗലാപുരത്തുകാരുടെ റെസിപ്പിയാണ്. ചേച്ചിയുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു കൊടുത്തതാണെന്നാണ് എന്നോട് പറഞ്ഞത്. നെല്ലിക്ക രസം കുടിച്ചപ്പോ എന്ത് രസമായതെന്ന് അറിയാവോ? ഇത് നിങ്ങളെ കൂടെ പരിചയപ്പെടുത്തി തന്നില്ലെങ്കിൽ കഷ്ടമാ. നമ്മള് എന്താ പറയുന്നത്, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വയറ്റിന് ചില സമയത്ത് അസ്വസ്ഥത വരുന്നില്ലേ? അപ്പൊ എന്തെങ്കിലും ഒന്ന് ഡൈജഷന് കഴിച്ചാൽ നല്ലതാണെന്ന് തോന്നിയ ഒരവസ്ഥയില്ലേ? ആ സമയത്ത് കുടിക്കാൻ പറ്റിയ രസമായത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ എല്ലാവർക്കും കൂടെ ഒന്നിച്ച് പോയി രസം ഉണ്ടാക്കിയാലോ? ഒരിക്കൽ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയാൽ ഉറപ്പാട്ടോ ഉണ്ടാക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കും. ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ അതാ ഞാൻ എടുത്തിരിക്കുന്ന കണ്ടോ, 4 നെല്ലിക്ക. അതിന് ഇത് നമ്മുടെ നാടൻ തക്കാളിയെ, മറ്റേ ഹൈബ്രിഡ് തക്കാളി ഉണ്ടല്ലോ, അതിന് പുളി കുറവ്. അപ്പൊ നമുക്ക് വേണ്ടത് നാടൻ തക്കാളി തന്നെ വേണം. ഈ 4 നെല്ലിക്കയെ നമുക്ക് ഈ ഒരു തക്കാളിയും കൂടെ നമുക്ക് മിക്സിയിൽ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ 4 നെല്ലിക്ക എടുത്തില്ലേ, അതിന് നമുക്ക് വേണ്ടത് കറക്റ്റ് വലിയ 3 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഞാനത് നേരത്തെ എടുത്തു വെച്ചിരുന്ന അതിൽ നിന്ന് കുറച്ച് ഞാൻ ഈ അരയ്ക്കാൻ വേണ്ടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പൊ എളുപ്പം നമുക്ക് അരഞ്ഞെടുക്കും. ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിലോട്ട് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ചേച്ചിയോട് പറഞ്ഞതാ ഇതൊന്ന് അരച്ച് ഉണ്ടാക്കാൻ. ചേച്ചി വീഡിയോയിൽ വരാൻ ചേച്ചിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ പിന്നെ ചിലപ്പോഴൊക്കെ ബലമായിട്ട് ചേച്ചിയൊക്കെ എടുത്ത് ചെയ്യാറുണ്ട്. പക്ഷേ നോർമലി ചേച്ചിക്ക് ഒരു താല്പര്യവും ഇല്ല. പിന്നെ എന്താ ചെയ്യുന്നത്? അപ്പൊ പറഞ്ഞു തരാമോ? ഇന്നലെ വന്നു കഴിഞ്ഞതാ കണ്ടോ, അരഞ്ഞിരിക്കുമ്പോ എന്താ ഇങ്ങേറ്റിരിക്കും. ഇന്നലെ ചേച്ചി എൻ്റെ അടുക്കൽ വന്നതാണ്. ഇത് വെള്ളം കൂടെ മിക്സ് ചെയ്യൂല്ലയോ? എനിക്കറിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടൊക്കെ പറഞ്ഞു തരാം. കേട്ടിട്ട് അതേപോലെ തന്നെ അങ്ങ് വീഡിയോ എടുത്താൽ മതി. അല്ല, എടുത്തു തരുന്ന ചേച്ചിയാ കേട്ടോ. ഞാൻ അസിസ്റ്റന്റ് കുക്ക് ചെയ്യുമായിരുന്നു. അത്രയും വെള്ളവും നമ്മൾ മിക്സ് ചെയ്ത് ഇനി ഇതൊന്ന് തിളപ്പിക്കണം. ഉപ്പ് പിന്നെ അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കണേ. ചേർക്കും മതിയല്ലോ. 2 പച്ചമുളക് കീറിയിടണം. നമ്മൾ എടുത്തിരിക്കുന്നത് 2 പച്ചമുളക്. ഇതിന് അത്യാവശ്യം എരിയുണ്ട്. നല്ല എന്നാൽ ഒത്തിരി എരിയില്ല. മൊത്തം കീറിയിടണം. നമ്മളെ ആയിരിക്കും ഇതെന്താ ഇങ്ങനെ വീഡിയോ കാണിക്കുന്നത് എനിക്കറിയില്ല. ഇന്നലെ ചേച്ചി ഉണ്ടാക്കി തന്നു, കുടിച്ചപ്പം നല്ല രസമായിരുന്നു. അപ്പൊ എന്തായാലും ഇതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ കുക്കിംഗ് ചാനൽ അല്ലെങ്കിൽ പോലും ഒരു വീഡിയോ വേണമെന്ന് തോന്നി. അപ്പൊ നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ട് പൊടികൾ എടുത്തിരിക്കുന്നത് അത്രയുള്ളേ. ഇത് നമ്മുടെ കായപ്പൊടി ഒരു 2-3 പിഞ്ചുണ്ട്. ഇത് ഒരു 1/4 ടീസ്പൂൺ ഉണ്ട് കുരുമുളക് പൊടി. പിന്നെ വേണ്ടത് കടുക്, ലേശം കടുകും ജീരകവും. ആദ്യം നമുക്കിതിൽ കുരുമുളക് പൊടി മൊത്തം ഇടാനോ. ആ കുരുമുളക് പൊടി മൊത്തം ഞാൻ ഇതിനകത്ത് ചേർത്തു. ഇനി നമ്മളിതൊന്ന് തിളപ്പിക്കാൻ പോവാം. ഈ കിച്ചണിൽ നിന്നുള്ള ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ആയിരുന്നു. ജയപൂരിൽ നിന്നൊക്കെയുള്ള ഒത്തിരി കുക്കിംഗ് വീഡിയോസ് ഉണ്ടായിരുന്നു. ഇതിങ്ങനെ കുടിക്കാണ് രസം. ഇതാദ്യം പറയാവേ, ചോറിലൊഴിച്ച് കഴിക്കാനൊന്നും അല്ല രസം, കുടിക്കാൻ. ചോറിലൊഴിച്ച് കഴിക്കാൻ നല്ലതാണോ? കുഴപ്പമില്ല, പക്ഷെ അപ്പറ്റൈസറായിട്ടും ദഹിക്കാനും. അപ്പൊ ഇത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒന്നുണ്ടാക്കി നോക്കണേ. നോർമലി ഞാൻ ഇങ്ങനെ ഒത്തിരി റെസിപ്പീസും കുക്കിംഗ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ രസം തോന്നും. പലതും അങ്ങനെ ഉണ്ടാക്കി നോക്കാറില്ല, അത് പറയാമല്ലോ. കാണുമ്പോൾ ചിലതൊക്കെ ട്രൈ ചെയ്യും, എല്ലാം ഒന്നും അങ്ങനെ ഉണ്ടാക്കി നോക്കാറില്ല. ഇതങ്ങനെ പറയുന്നതല്ല. ഇതുണ്ടാക്കി നോക്കിയില്ലേല് എനിക്കല്ല നിങ്ങൾക്കാണ് ഇഷ്ടം, ഉറപ്പാ. ഒരിക്കലും ഇങ്ങനെ ഇച്ചിരി എന്താ പറയുക, പനിക്കോള് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളില്ലേ, നമ്മൾ തൊണ്ടയൊക്കെ വല്ലാതെ ഇങ്ങനെ ഇരിക്കുക, അങ്ങനെയൊക്കെയുള്ള സമയമാണെങ്കിൽ പിന്നെ പറയണ്ട കേട്ടോ. സൂപ്പറാ എടുക്കുന്നത്. ചേച്ചി ഇതൊന്ന് കാണിക്കണേ. ഇതിന്റെ കൺസിസ്റ്റൻസി ഇരിക്കുന്ന കണ്ടോ, അതെല്ലാം കൂടെ അരച്ച് കണ്ടോ, പച്ചവെള്ളം പോലെ തന്നെ. കറക്റ്റ് വലിയ ഗ്ലാസ്സിന്, ഞാൻ വലിയ സ്റ്റീലിന്റെ ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. ഞാൻ ഗ്ലാസ് കൂടെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഈ ഗ്ലാസ്സിന് വലിയതാ പറഞ്ഞ ഞങ്ങൾക്ക് 3 പേർക്കും, എനിക്കും ഏട്ടനും ചേച്ചിക്കും ഓരോ ഗ്ലാസ് കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കുക കേട്ടോ. വലിയ ഒരു തണ്ട് കറിവേപ്പില.
ഇത് ഞാൻ പറയാൻ മറന്നുപോയി. ഒരു വലിയൊരു സ്പൂൺ ശർക്കരയാട്ടോ. ഇത് മുമ്പേ എടുത്തു പറയാൻ മറന്നുപോയി. ഇത് ഇത് ഓർഗാനിക് ശർക്കരയാണ്. അത് കാരണം മധുരം കുറവായതുകൊണ്ടാണ് ഇതൊരു ടീസ്പൂണാണോ 1.25 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ. നമ്മുടെ നോർമൽ ശർക്കരയാകുമ്പോൾ അതിന്റെ ആവശ്യമില്ല കേട്ടോ. ഇതിവിടെ ഒന്ന് ചേർത്ത് കൊടുക്കണേ. അപ്പൊ അതവിടെ തിളക്കട്ടെ. ഷോർട്ട് കട്ട് നോക്കുക, എളുപ്പമുണ്ടല്ലോ. മുമ്പേ നമ്മൾ തിളച്ചിങ്ങനെ വന്നപ്പോൾ നിറച്ച് പത പോലല്ലേ വന്നത്. അത് തന്നെ അങ്ങ് തെളിയും. നോർമലി നമ്മൾ രസം വെക്കുമ്പോൾ അതിനകത്ത് വെളുത്തുള്ളി, ചുമന്നുള്ളി ഇതെല്ലാം കൊണ്ട് ഇടിച്ച് മീൻ ചതച്ച് അങ്ങനെയൊക്കെയല്ലേ ചേർക്കുന്നത്. അതൊന്നുമില്ല. ഇതുകൂടി ഇപ്പം ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി എന്താ ഓഫ് ചെയ്യുവാണേ. ഓഫ് ചെയ്തു. ഇനി അടുത്തത് വേണ്ടത് കടുക് വറക്കണേ. കടുക് വറക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്. നെയ്ക്കകത്ത് അല്ലാതെ വെളിച്ചെണ്ണയ്ക്കകത്തും സൺഫ്ലവർ ഓയിലിനകത്തും ഒന്നുമല്ല. എൻ്റെ പുത്തൻ അടുക്കള എങ്ങനെയുണ്ട്? പുത്തനല്ല, 2 വർഷമായി ഇവിടിപ്പം. നിങ്ങൾക്ക് പുത്തനാ, നിങ്ങളാരും കണ്ടിട്ടില്ല. നെയ്യാണേ. ഞാൻ ഇത്ര എടുത്തു. അപ്പൊ അതിലേക്ക് നമ്മൾ കടുക് ഇടുവാണേ. എന്ത് പാചകമായതെന്ന് ഇപ്പൊ പലർക്കും തോന്നാം. ഒന്ന് ക്ഷമിച്ചേക്ക്. ശക്കളം ജീരകം നന്നായിട്ട് മൂക്കണേ. ഇനി ഒരു തണ്ട് കറിവേപ്പില, 2 പിഞ്ച് കായമുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തു. ചേർത്തേക്കാനോ സംഭവം ഇത്രയേ ഉള്ളൂ. നോക്കിയേ, ചൊവ്വ ഞാൻ കാണിക്കുക. അതാണ് ഞാൻ ആ രസം ഇതിലോട്ട് ഒഴിച്ച് കാണിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ഇത് കാണാമല്ലോ, ഇതെങ്ങനെ ഇരിക്കുമെന്ന്. ഇതാണ്ടോ, നമ്മൾ കുടിക്കുന്ന വെള്ളം പോലെ ഉണ്ട്. ഇതിനകത്ത് ഒന്നുമില്ല. ഇത്രയേ ഉള്ളൂ. ഭയങ്കര കളർ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി ഒന്നുമില്ലല്ലോ. ഇതാ നാച്ചുറൽ ആ ശർക്കരയുടെ കളർ മാത്രം, കായത്തിൻ്റെ. ഇത് നമുക്കൊന്ന് സെർവ് ചെയ്യാം. ഒരാൾ അപ്പുറത്ത് വിശന്ന് തളർന്നിരിപ്പുണ്ട്. ചേച്ചിയുടെ രസം ശരിക്കും ചേച്ചി പറയാം. എന്ത് രസമാണ് കുടിക്കാന്. ഞാൻ പറഞ്ഞില്ലേ നല്ലതാണ്. അതാ പറഞ്ഞേ, സൂപ്പർ അത്. അഭിനയിക്കണ്ട, ഉള്ള കാര്യം പറഞ്ഞാൽ മതി കേട്ടോ. പ്ലീസ് ഏട്ടാ, അഭിനയിക്കില്ലേ. അതിങ്ങനെ ഇറങ്ങുമ്പം എന്തൊരു സുഖമാണെന്നറിയോ, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഒന്നുണ്ടാക്കി നോക്കണേ. വീണ്ടും പുതിയ കാഴ്ചകളുമായിട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. എന്തോ എൻ്റെ കണ്ടന്റ് ഒന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല എന്ന് തോന്നുന്നു ആർക്കും. ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരണേ.